നമ്മളിതാക്കണേ നമ്മളെ മിനി ലുലു മാളിൽ സാധനം എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. നിങ്ങൾക്ക് ബിസിനസ്സിൽ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ആ കാണുന്നതാണ് എൻ്റെ പോലെ. പണ്ട് ഞാനും ഈ കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ ലുലു മാള് നമ്മളെ മെയിൻ ഹൈലൈറ്റ് ഷോപ്പ്. ഇവിടെ നിന്നാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യൽ. ഇതാണ് നമ്മളെ ഫസ്റ്റ് ഷോപ്പ്. നമ്മൾ പറഞ്ഞില്ലേ പടക്കം പൊട്ടിച്ച് ഗിഫ്റ്റ് പ്രോത്സാഹന സമ്മാനമായിട്ട് ഗിഫ്റ്റ് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ എന്താ എല്ലാവരും വാങ്ങണം. ആ പിന്നെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ? പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ? ഒക്കെ കിട്ടുന്നുണ്ട് അല്ലേ? എത്ര രൂപ ടോട്ടൽ? എത്ര രൂപ പോവാണ്? കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവർക്ക് എന്താക്കും, നമ്മള് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. അപ്പൊ അവരുടെ അടുത്ത് നല്ല എക്സ്പ്രഷനും കാര്യങ്ങളും ആയിട്ടൊരു വീഡിയോ ആണ് നമ്മൾ ഇതിൽ ഇന്ന് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോ അതിന് ഒരുക്കങ്ങളാണ്. അപ്പൊ ഞാൻ പർച്ചേസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഷോപ്പിലെ മുട്ടായും കാര്യങ്ങളൊക്കെ ഞാൻ മക്കൾക്ക് മുട്ടായി വാങ്ങാൻ വേണ്ടി ഞങ്ങൾ മുക്കം ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ പോണ വഴിക്ക് നല്ല അടിപൊളി ഒരു ചായപ്പീടി കണ്ടിട്ടോ. ചായ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ് തിരിച്ച് വരുമ്പോൾ മായി തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകും. നല്ല രതീഷിനെ പോലെ ഒരുപാട് ആൾക്കാർ ഇപ്പം മാങ്ങയും കണ്ട് മാങ്ങയും വേണമെന്ന് പറഞ്ഞു. അത് കാണുമ്പോൾ അതും വേണം ഇത് പൊന്നാരം മോളെ മാങ്ങ പൊരയാളുടെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ മാങ്ങ വീട്ടിലെത്തി തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ മുന്നോട്ട് പോയി. പിന്നെ പോണ വൈക്കലൊക്കെ തൂക്കിയിട്ടേറ്റാ വേണോ. ഞാൻ പറഞ്ഞ ലേസം നാട് അടങ്ങി നിൽക്കും, നമ്മൾ വേറൊരു ആവശ്യത്തിനാണ് വന്ന് അങ്ങനെ നടന്നാൽ പോയി. ഞങ്ങൾ പോണ വൈക്കൽ നല്ല അല്ല ബസ് സ്റ്റാൻഡ് കണ്ടപ്പോൾ പണ്ടത്തെ എനിക്ക് സജീറിനെ ഓർമ്മ വരുന്നത്. സജീർ പണ്ടിൻ്റെ ലൈൻ അടിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതേമാതിരിയാണ് ഇത്. അങ്ങനെ നേരെ മുക്കം ബസ് സ്റ്റാൻഡിലേക്ക് നേരെ എത്തിയ സ്ഥിതിക്ക് അവിടെ തന്നെയാണ് നമ്മൾ ഷോപ്പ് വരുന്നത്. അവിടെ കയറി നല്ല സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി കയറിയപ്പോൾ മക്കൾക്കുള്ള സാധനം നോക്കിയപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട്. ഏത് സാധനം സെലക്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. പുൽപ്പൊടി പാസ ഒക്കെ ഉണ്ട്. കുറേ മുട്ടായിക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എന്താക്കി അവിടെ നോക്കിയ പണ്ടത്തെ നൊസ്റ്റാളജി സാധനങ്ങൾ, തേങ്ങ മുട്ടായി, കടല മുട്ടായി, പാലക്ക, കടിച്ചാപ്പൊട്ടി, നാരങ്ങ മുട്ടായി, പുളിയച്ചാറ്, അച്ചാർ കണ്ടില്ല. പണ്ട് കുറേ അച്ചാർ കച്ചവടം ചെയ്യല്ലേ, അതൊന്നും ഇതിൽ കാണില്ല. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും കണ്ട്. സിപ്പപ്പ് ഉണ്ട്, ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന സാധനമാണ് സിപ്പപ്പ്. അത് ഒരുപാട് മുട്ടായും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാണ്ടിയ സാധനങ്ങൾ ഓക്കുള്ള സാധനം ഓള് വേക്കാക്കി, മക്കൾക്ക് കൊടുക്കാനുള്ള അത് വേറെ ആക്കി. അങ്ങനത്തെ കോയിൽ, ഈ കോയിലൊക്കെ നല്ല എന്തോരം വിറ്റ കോയിലാന്ന് അറിയാം മക്കളോ. അങ്ങനെ നല്ല അടിപൊളി ബിസ്ക്കറ്റും ഒരുപാട് സാധനങ്ങൾ, കടല മുട്ടായി ആണെങ്കിലും. അപ്പോൾ ഞങ്ങൾ എന്താക്കി, നേരെ സാധനം വാങ്ങി നേരെ തിരിച്ച് നല്ല ചായപ്പൊടിയിൽ ഗുഡ്ബൈ വന്ന് പോകുന്നല്ലേ, അവിടെ കയറി ചായ കുടിക്കൊരു സമാധാനം കിട്ടില്ല. ചായയും കുടിച്ച് കേസരി, ഉള്ളിവടയും പരിപ്പടൊക്കെ കാണുന്നതാണ് എൻ്റെ പുര. ആ കാണുന്നതാണ് എൻ്റെ പുര. പണ്ട് ഞാനും ഈ കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ ലുലു മാള് നിന്ന സ്ഥലമാണ് ഇവിടെ. എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ സാധനം ഉണ്ടായി. ഉള്ളിയച്ചാറ്, വെളുത്തുള്ളി അച്ചാറ്, അങ്ങനത്തെ എല്ലാ സാധനവും ഞാൻ ഇവിടെ കൊണ്ടുവെക്കലുണ്ട്. ഇതാണ് നമ്മളെ മെയിൻ ഹൈലൈറ്റ് ഷോപ്പ്. ഇതാ അതും ആയിസ വാ 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 ഇതാണ് നമ്മളെ മെയിൻ ഹൈലൈറ്റ് ഷോപ്പ്. ഇവിടെ നിന്നാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യൽ. ഇതാണ് നമ്മളെ ഫസ്റ്റ് ഷോപ്പ്. നമ്മൾ പറഞ്ഞില്ലേ പടക്കം പൊട്ടിച്ച് ഇവരൊക്കെ ഭയങ്കര ആക്റ്റീവുള്ള ആൾക്കാരാണ്, പ്യുവർ ആക്റ്റീവുള്ള ആൾക്കാർ. അപ്പോൾ എന്താ നമുക്ക് പറയാനുള്ള, ഇങ്ങനെ തന്നെ പറ്റിച്ച പടക്കം പറ്റിച്ച ആളാണ്. ആ പ്രൈസ് അങ്ങനെ നമ്മൾ പറ്റിച്ചില്ലേ. അപ്പോൾ ഇവർക്ക് ഗിഫ്റ്റ് പ്രോത്സാഹന സമ്മാനമായിട്ട് ഗിഫ്റ്റ് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്താ കൊടുക്കാൻ? ബിസ്മില്ല ഗിഫ്റ്റ് കൊടുക്കുക ഇവർക്ക്. ഇതാ ബിസ്മില്ല. ഇതിന്റെ ഓണർ ആരാ? രണ്ടാളിവിടെ ഇതാ. അയ്യവാ, നിങ്ങൾക്ക് എന്താ പറയാനുള്ള പറഞ്ഞോളൂ. ഇതാ ഇന്ന് പുതിയ സാധനങ്ങളൊക്കെ വന്നിക്കണല്ലോ. കാണിച്ചു കൊടുക്കും. അവർക്ക് എന്താ പറയാനുള്ള പറഞ്ഞോളൂ. എന്താ പറയാനുള്ള നിങ്ങൾ പറഞ്ഞോളൂ. എന്താ പറയാനുള്ളത് എന്നുള്ളത്. പിന്നെ എല്ലാരും വാങ്ങണം. പിന്നെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ? ഒക്കെ കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ എന്നാലേ ആ ഓരോ മുട്ടായി അവിടെ ഉള്ളവർക്കൊക്കെ കൊടുക്കുക. ബാക്കി നിങ്ങൾ എന്താക്കുക, വിൽക്കുക. അപ്പൊ ഒരു പീസ് 2 ഉറുപ്പ്യ വെച്ചാൽ കൊടുക്കുക. പൊട്ടിച്ചു കൊടുത്തോളി എല്ലാവർക്കും ഒരുമിച്ച്. പല്ലോണ്ട് പൊട്ടിച്ചോ. അതപ്പോ ഇതാണ് നമ്മളെ ലുലു മാള്. കുറെ ആൾക്കാരുണ്ട്. കദീസ് ഉണ്ട്, ആയിസ് ഉണ്ട്, ഇയാത്തുണ്ട്, മൊയ്തീൻ ഉണ്ട്, എല്ലാരും ഉണ്ട്. പുതിയ സാധനങ്ങളൊക്കെ വന്നിക്കണല്ലേ. പല്ലോണ്ട് പൊട്ടിച്ചാലേ കിട്ടും. സൈഡിൽ പൊട്ടിച്ചോ. ഇവിടെ കൊടു. അതാ പൊട്ടിയോ? ഇപ്പൊ ഇവരൊക്കെ വലിയ തിരക്കുള്ള ആൾക്കാരാണ്. കുറച്ച് ദിവസം ഇവരെ വയ്യേക്ക് നടക്കും. ഇവരൊന്നും ഷോപ്പ് തുറക്കുന്നില്ല. വലിയ ആൾക്കാരില്ലേ. എല്ലാവർക്കും ഓരോന്നിച്ചാൽ കൊടുക്കുക. പിന്നെ നിങ്ങൾ 2 ഉറുപ്പ്യ നിങ്ങൾ വിറ്റോളി കേട്ടോ. അതാ അയ്യോ യെസ്, എല്ലാവർക്കും കൊടുക്കുക ഓരോന്നിച്ചാ. അയ്യോ ആയിഷ വരി വാ മുട്ടായി ഗിഫ്റ്റ് കൊടുക്കുന്നത്. വാ വേമ്പാ. യെസ്. എല്ലാവർക്കും കിട്ടിയില്ലേ? ഇനി വരുമ്പോ അടുത്തൊരു 2 ഉറുപ്പ്യ എടുത്ത് വാങ്ങിക്കോളാം കേട്ടോ. ബാക്കി പോലെ പ്രോഫിറ്റാ. ചില ഓക്കും കൊടുക്കുമെന്ന്. എനിക്ക് വന്നോന്നൊക്കെ ഞാൻ ഒന്നില്ല. ഒന്നും ഞാൻ എടുത്തോ. ഒന്നിക്ക് കൊണ്ട. യെസ്.
അപ്പം ശരി, ഗുഡ് ബൈ. ഓക്കെ. ഹലോ ഗൈസ്, നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ മിനി ലുലു മാളിൽ ഗിഫ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ലുലു മാളിൽ സാധനം കൊടുത്ത് വളരെ വളരെ നല്ല ബെസ്റ്റ് ഇംപ്രഷൻ. ചെക്കന്മാരൊക്കെ നെട്ടിപ്പോയി, എന്താ സംഭവം ഒന്നും മനസ്സിലായില്ലേ. അപ്പോൾ അവർക്ക് നമുക്കൊരു അടുത്തൊരു ബിസിനസ്സിൻ്റെ ഒരു എന്താണെന്നുള്ളൊരു ഒരു ഉണർവ് വരാൻ വേണ്ടിയിട്ടും അതൊരു ബിസിനസ് ചെയ്യാനുള്ളൊരിത് എന്താ പറയുക, ഒരു ഓപ്പർച്യൂണിറ്റി എന്താണ് ഇതിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അങ്ങനത്തെ എല്ലാവരും ഒരു ട്രിക്ക് അവർക്ക് വരട്ടെ, ഒരു പ്രോത്സാഹന സമ്മാനം കൂടി ആയിട്ട് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി ഞാൻ വിചാരിച്ചത്. ഒരു സെക്കൻഡ് അളവിലോട്ട് പോട്ടെ, ബിസ്മില്ല. അപ്പോൾ അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ പരിപാടി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ മിനി ലുലു മാളിലേക്ക് പോവുകയാണ് ഗെയ്സ്. അവിടെ ഷോപ്പ് തുറന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം ഗെയ്സ്. ഞങ്ങൾ വിചാരിച്ച മാതിരി ഞങ്ങൾ ഒരു മിനി ലുലു മാളിൽ എത്തിയിട്ടുണ്ട് ഗെയ്സ്. നല്ല അടിപൊളി കണ്ടില്ലേ, ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഷോപ്പിലേക്ക് എത്തിയതാണ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ മിനി ലുലു മാള്. അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഇവർക്ക് ഒരു പരിപാടി ചെയ്യാൻ പോവാണ്. ഇവരെ തന്നെ വലിയൊരു സംഭവമായിട്ട് ഇത് വിചാരിക്കും. എന്താ സംഭവം, എന്താ വെറൈറ്റി, ഇതെന്താ സംഭവം? ലൈസ്. അത് ഇവിടക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ലേ, പുളിയച്ചാറുണ്ട് അല്ലേ, ഫുൾ സാധനങ്ങൾ, ഫുൾ സെറ്റപ്പ് അല്ലേ. ഓക്കെ, എന്നാ എനിക്കൊരു മുട്ടായി ഉണ്ടെന്നാല് മുട്ടായി തരല്ലേ. അങ്ങനത്തെ എനിക്ക് ഏതാ വേണ്ടി? ഇത് ഇതിനെത്ര പൈസ? ഇതിന് ₹1. ഓക്കെ, നമുക്കിന്ന് വേണോ? നമുക്ക് എന്താ വേണ്ടി? ₹100 ഉള്ളു. കല്ലുമക്കയ്യാ? അതെടുത്തോ എടുത്തോ. നമുക്ക് മുട്ടായി വേണ്ടി എടുത്തോ. മുട്ടായാണോ? വേണ്ട, വാങ്ങിക്കോ, മുട്ടായി വാങ്ങിക്കോ. എനിക്കേതാ വേണ്ടി? നീ വാങ്ങിക്കോ. ഓനായിട്ട് വന്ന് കൊടുക്കും. എനിക്കേതാ വേണ്ടി? ഇപ്പൊ വേണ്ട. അപ്പോ ഇന്ന് കച്ചവട ലാഭമൊക്കെ ഉണ്ടോ? ഇനി ഫുൾ ടൈം തുറക്കല്ലേ? ഉഷാർ തന്നെ. എത്ര വാങ്ങി? ഇപ്പൊ എത്ര റുപ്യായി പല്ലൂടിയോ? ചെന്നെടുത്ത് എത്ര പൈസ? എത്ര എത്ര റുപ്യ ടോട്ടൽ? എത്ര റുപ്യ? എടുത്തോട്ടെ. ഇരുപതല്ല, അവന് കൊടുക്കുക. ബാക്കി ഇത് കയ്യിലേക്ക്. അപ്പൊ വീഡിയോ അടിച്ചോ, വീഡിയോ ഇട്ടോ, മൂന്ന് പൂത്തിരിട്ടില്ലേ? പൂത്തിരി ഇന്ന് പൊട്ടിക്കില്ലേ ജി? അയ്യോ, നമ്മളിതാക്കണേ. നമ്മളെ മിനി ലുലു മാളിൽ സാധനം എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ വന്നു വെച്ച് കഴിഞ്ഞാൽ സാധനം വാങ്ങിക്കണം. നമുക്ക് ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ വന്നത്. നിങ്ങൾക്ക് ബിസിനസ്സിൽ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടില്ലേ? നല്ല ബിസിനസ് നടക്കില്ല, ഒക്കെ ഉഷാറല്ലേ? അപ്പോൾ ഒരു ഗിഫ്റ്റ് ആയി കൊടുക്കുക. അടിപൊളി ഗിഫ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് സമ്മാനമായിട്ട്. ഗിഫ്റ്റ് തരാൻ പോവാണ്. ഇതാ കൊടുക്ക്. മോഹൻലാലിന് ഓണർക്ക് തന്നെ കൊടുക്കുക ഗിഫ്റ്റ്. ഇതാ ഓണർ ഇതാ. യെസ്, ഇതാ പ്രോത്സാഹനം സമ്മാനമായത് ഗിഫ്റ്റ്. അതേതാ കിട്ടി? ചോക്കിച്ച്. ഇത് എത്ര വിൽക്കല്? ഇതിനെ വാങ്ങി ചെയ്തില്ല. ഒരു പീസ് ₹2 വിൽക്കല്. ഒരു ₹2 എടുത്ത് ഒരു പീസ് വാങ്ങിക്കാമല്ലോ, പൈസ എടുത്ത്. അത് ഫസ്റ്റ് തന്നെ സെയിൽ ചെയ്താോ? ഒരു പീസ് സെയിൽ ചെയ്തു. അല്ലല്ല, കട്ട് ചെയ്തോ. പൊട്ടിച്ചോടെ അങ്ങനെ പൊട്ടിച്ചോ. കല്ലുവാണ് പൊട്ടിച്ചോ. അയ്യോ, പ്രോത്സാഹന സമ്മാനമായിട്ട് ഗിഫ്റ്റ് ചോക്കിച്ചോ. ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോകാ. ദസാ അത് വാങ്ങിക്കോ, പൈസ കൊടുത്ത് വാങ്ങി. ബിസ്മില്ല. അപ്പൊ അക്ക് എന്താ പറയാനുള്ളത്? പറഞ്ഞോ. ഇനി പറഞ്ഞോ, എന്നാലും പറഞ്ഞോ. നെട്ടിയോ? ഹാപ്പിയായോ? ഉഷാറായില്ലേ? ഉഷാറല്ലേ? അപ്പൊ എങ്ങനെ ഇപ്പൊ ബിസിനസ്സൊക്കെ ഉഷാറാക്കി ചെയ്യട്ടോ. ഇതിന് ₹2 വിൽക്കല്. അപ്പം ശരി എന്നാല്. ഇപ്പൊ ഗുഡ് ബൈ. കുറെ ആൾക്കാരുണ്ടല്ലോ. ആരോ മക്കളോട് ഫോട്ടോ എടുക്കാം. യെസ്.